കഥ തുടരുന്നു. ജയന്തനുമായി സംസാരിച്ച ജുവൽ അവൻ്റെ ഉറപ്പിൽ നിന്ന് കിട്ടിയ ആശ്വാസത്തോടെ തൻ്റെ മുറിയിലേക്ക് മടങ്ങി. ടെറസിൻ്റെ പാരപ്പറ്റിനരികിൽ നിന്ന് ജയന്തൻ എല്ലാം മനസ്സിൽ ഒന്നുകൂടി പ്ലാൻ ചെയ്തു. അവനും ജുവലും സംസാരിച്ചത് മുഴുവൻ വാട്ടർ ടാങ്കിന് പിന്നിൽ നിന്ന് ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. സുരേന്ദ്രനാഥ്. അയാൾ മകൻ്റെ അടുത്തേക്ക് ചെന്നു. പാദപതന ശബ്ദം കേട്ട് ജയന്തൻ തിരിഞ്ഞു നോക്കി. ഉള്ളിൽ ഒരു പരിഭ്രമം ഉണ്ടായെങ്കിലും അവനത് പുറത്ത് കാട്ടിയില്ല. പപ്പയെന്താ ഈ നേരത്തെ ഇവിടെ? നീ എന്താ ഇവിടെ? അയാൾ മറുചോദ്യം ഉന്നയിച്ചു. എനിക്കെന്തോ ഒരു അസ്വസ്ഥത. ഇത്തിരി നേരം ശുദ്ധമായി ശ്വസിക്കാൻ. അവൻ ചുറ്റും കുട പോലെ താഴ്ന്നിറങ്ങി നിൽക്കുന്ന കോടമഞ്ഞിലേക്ക് കണ്ണയച്ചു. ആ നിമിഷമായിരുന്നു സുരേന്ദ്രനാഥിൻ്റെ അടുത്ത ചോദ്യം. ജുവലിന് ആ തെണ്ടിക്ക് രജിസ്റ്റർ മാരേജ് ചെയ്തു കൊടുക്കാൻ നീ അങ്ങ് തീരുമാനിച്ചു അല്ലേടാ? ഇടുങ്ങിപ്പോയി ജയന്തൻ. പപ്പ എല്ലാം കേട്ടിരിക്കുന്നു. ഇനി ഒളിച്ചിട്ട് കാര്യമില്ല. അതെ പപ്പ, ഈ വീട്ടിൽ ആദിക്ക് സ്വാതന്ത്ര്യം കൊടുത്തതും ജുവലിനോട് ഇടപഴകാൻ അനുവദിച്ചതും പപ്പയല്ലേ? ആ ഒറ്റ കാര്യം കൊണ്ടാണ് അവർ അടുപ്പത്തിലായത്. എന്നിട്ടൊടുവിൽ ഒരു തേർഡ് റേറ്റ് പൊളിറ്റീഷ്യന് അവളെ കൊടുക്കാമെന്ന് പപ്പയങ്ങ് തീരുമാനിച്ചാൽ? വികാര വിക്ഷോഭം കാരണം ജയന്തൻ്റെ ശ്വാസഗതിക്ക് വേഗതയേറി. സുരേന്ദ്രനാഥ് പുച്ഛിച്ചു. നിന്നോട് തർക്കിക്കാനൊന്നും എനിക്ക് നേരമില്ല. ഞാൻ തീരുമാനിച്ചതാ. അത് നടത്തിയിരിക്കും. കാർമേഘത്തിൽ നിന്ന് രക്ഷപ്പെട്ട നിലാവിൻ്റെ ഒരു ചീള് സുരേന്ദ്രൻ്റെ മുഖത്ത് വീണു. അവിടെ തെളിഞ്ഞ നിശ്ചയദാർഢ്യം ജയന്തൻ കണ്ടു. പപ്പ, ജുവൽ പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ്. നമ്മളത് മറന്നുകൂടാ. അവൾ നിയമത്തിൻ്റെ വഴി തേടിപ്പോയാൽ തടയാൻ നമുക്ക് ആർക്കും ആവില്ല. സുരേന്ദ്രനാഥ് പല്ലുകടിച്ച് ചിരിച്ചു. അതിനുള്ള അവസരം ഞാൻ അവൾക്ക് കൊടുത്തെങ്കിലല്ലേ? കൊടുക്കത്തില്ലടാ. നീയെന്നല്ല, ഈ വീട്ടിലെ മുഴുവൻ പേരെ എതിർത്താലും വർഗീസ് പുന്നത്തറ തന്നെയായിരിക്കും അവളുടെ കഴുത്തിൽ താലി ചാർത്തുക. അങ്ങനെ പറഞ്ഞ് അത് വഴക്കായി. ശബ്ദം വീടിനുള്ളിലേക്ക് പോകാതിരിക്കാൻ സുരേന്ദ്രനാഥ് വാതിൽ അടച്ചിട്ടു. പിന്നെ അന്ത്യശാസനം പോലെ പറഞ്ഞു. എന്നെ ഇനി ഒരു നിമിഷമെങ്കിലും എതിർക്കാൻ ശ്രമിച്ചാൽ നിന്റെ സ്ഥാനം തെരുവോരത്തോ സമരപന്തലിലോ ആകും. മകനെന്നുള്ള പരിഗണനയോ ഒരു ചില്ലിക്കാശോ നിനക്ക് കിട്ടില്ല. നിലാവ് വീണ്ടും കാർമേഘത്തിലായി. സുരേന്ദ്രനാഥിൻ്റെ ഇരുണ്ട മുഖത്തേക്ക് നോക്കി ജയന്തൻ ഒരു നിമിഷം നിന്നു. തുടർന്ന് തിരക്കി. അതെങ്ങനെ? ഞാൻ വിചാരിച്ചാൽ പുറത്തു പോകേണ്ടത് നിങ്ങളൊക്കെയല്ലേ പപ്പ? അറിയാതെയെങ്കിലും അങ്ങനെ ചോദിച്ചു പോയി ജയന്തൻ. സുരേന്ദ്രനാഥ് ഉൾക്കടമായൊന്ന് കിടുങ്ങി. അമ്പരപ്പോടെ അയാൾ ജയന്തന് നേരെ തിരിഞ്ഞു കൈ ചൂണ്ടി. നീ എന്താ പറഞ്ഞത്? ഒന്നുമില്ല, വെറുതെ. ജയന്തൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. അതല്ല, നീ പറഞ്ഞു. തുടർന്ന് ഒരു സെക്കൻഡിൻ്റെ ശാന്തത. സുരേന്ദ്രനാഥിൻ്റെ ശബ്ദം കല്ലിച്ചു. ഈ വിവരമൊക്കെ നിന്നോട് പറഞ്ഞതാരാ? അയാൾ അവൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് കുലുക്കി. എനിക്കറിയണം. അത് നീ പറഞ്ഞു തന്നിരിക്കണം പപ്പ. ജയന്തൻ വിക്കി. നോ, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. കാള തല കുലുക്കും പോലെ അയാൾ തല കുടഞ്ഞു. ഇനിയൊന്നും ഒളിച്ചിട്ട് കാര്യമില്ലെന്ന് ജയന്തന് തോന്നി. അവൻ്റെ നാവനങ്ങി. എല്ലാം അറിയാവുന്നത് പപ്പ കഴിഞ്ഞാൽ പിന്നെ മമ്മിക്കല്ലേ? കഴിവേറ് മോനെ. ശബ്ദം കുറിച്ച് അവന് മാത്രം കേൾക്കാവുന്നത് പോലെ അയാൾ അലറി. പിന്നെ അവൻ്റെ ഷർട്ടിലെ പിടിവിടാതെ മുന്നോട്ട് കുതിച്ചു. ജയന്തൻ്റെ തലയും പുറവും ഭിത്തിയിൽ ചെന്നിടിച്ചു. മങ്ങിയ ഇരുളിൽ രണ്ട് ചുവന്ന മിന്നാമിനുകൾ പോലെ സുരേന്ദ്രനാഥിൻ്റെ കണ്ണുകളിലെ തിളക്കം തൻ്റെ മുഖത്തിനു മുന്നിൽ കണ്ട് ജയന്തൻ കിടുങ്ങി. അയാളുടെ കടിച്ചു പിടിച്ച പല്ലുകൾക്കിടയിലൂടെ ചതഞ്ഞരഞ്ഞ് വാക്കുകൾ പുറത്തു ചാടി. ഇനി നിന്നെ വെറുതെ വിട്ടാൽ ഇടയ്ക്കിടെ ഇക്കാര്യം പറഞ്ഞ് നീ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അത് പാടില്ല. ജയന്തിന് ഭീതി തോന്നി. അവൻ അയാളുടെ കൈകൾ വിടുവിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. പപ്പ, അതേടാ, നീ കേട്ടതും അറിഞ്ഞതുമൊക്കെ സത്യമാ. എന്നാൽ നിന്റെ നാവിൽ നിന്ന് മറ്റൊരാൾ അതറിയാൻ പാടില്ല. ഈ സൗഭാഗ്യങ്ങൾ ഉപേക്ഷിക്കാൻ എനിക്ക് മനസ്സുമില്ല. നായ കിതയ്ക്കുന്നത് പോലെ സുരേന്ദ്രനാഥ് കിതച്ചു. അതുകൊണ്ട് ഇതുവരെ പലരെയും കൊണ്ട് നിന്നെ തീർക്കാൻ ശ്രമിച്ചിരുന്നത് ഈ നിമിഷം ഞാൻ മാറ്റുന്നു. ആ പുണ്യകർമ്മം ഞാനങ്ങ് ചെയ്യാൻ പോവുകയാ. കേട്ട വാക്കുകളുടെ നടുക്കത്തിൽ നിന്ന് ജയന്തിന് ഉണരാൻ കഴിഞ്ഞില്ല. തന്നെ കൊല്ലിക്കാൻ ശ്രമിച്ചത് പപ്പയോ? അടുത്ത നിമിഷം ഷർട്ടിൻ്റെ മടക്കിയ കയ്യിൽ കുത്തിയിരുന്ന ഒരു മുട്ടുസൂചി വലിച്ചെടുത്ത് സുരേന്ദ്രനാഥ് ഒറ്റക്കുത്ത്. ജയന്തൻ്റെ നെഞ്ചിൽ സൈനൈഡ് പുരട്ടിയിരുന്ന മുട്ടുസൂചി. പപ്പ വിളിക്കാനായി വായി തുറന്നതേയുള്ളൂ ജയന്തൻ. ശരീരം തളർന്ന് അവൻ ഭിത്തിയിലേക്ക് ചാരി. സുരേന്ദ്രനാഥ് പിടിവിട്ടപ്പോൾ അവൻ തറയിലേക്ക് ഊർന്നു. ഇരിക്കും പോലെ. പിന്നെ അനങ്ങിയില്ല. ക്രൂരമായ ഒരു സംതൃപ്തിയോടെ സുരേന്ദ്രനാഥ് തിരിഞ്ഞു നടന്നു, ഒന്നും അറിയാത്തതുപോലെ. നാറി. സുരേന്ദ്രനാഥിൻ്റെ നാവിൽ നിന്ന് തന്നെ എല്ലാം കേട്ടപ്പോൾ ആദി പിസ്റ്റൾ ചേർത്ത് അയാളുടെ മുഖത്ത് 4-5 കൂടി കൊടുത്തു. അയാളുടെ പല്ലുകൾ അടർന്ന് വായിലേക്ക് തന്നെ വീണു. ആ സെക്കൻഡിൽ ഉസ്മാൻ അൻസാരി അവൻ്റെ മേൽ പറന്നു വീണ് പിസ്റ്റൾ തട്ടിക്കളഞ്ഞു. ലിജോയ്ക്ക് എതിർക്കാൻ കഴിയും മുമ്പ് അബുസലിമും ബ്രിട്ടാസും കൂടി ആദിയുടെ കൈകളിൽ ബലമായി പിടിച്ചു. ഉസ്മാന്റെ കൈകൾ അവൻ്റെ പിൻകോളറിൽ മുറുകി. അയാൾ അവനെ വലിച്ചുയർത്തി. അപ്പോഴും ആദി സുരേന്ദ്രനാഥിൻ്റെ നെഞ്ചിൽ 4-5 ചവിട്ട് കൂടി കൊടുത്തു. ആദി, സ്റ്റോപ്പ് ദിസ് പ്ലേ, ഉസ്മാൻ കൽപ്പിച്ചു. അല്ലെങ്കിൽ നിനക്ക് യാതൊരു പരിഗണനയും തരില്ല ഞാൻ. ആദി ചോര പോലെയായ കണ്ണുകൾ കൊണ്ട് ഉസ്മാനെ നോക്കി. എന്നെ വിട് സാർ.
അവൻ കുതറി. എന്ത് ശിക്ഷ വാങ്ങാനും ഞാൻ ഒരുക്കമാ. അതിന് നിങ്ങൾ അനുവദിച്ചില്ലെങ്കിൽ, ഈ ചീഞ്ഞളിഞ്ഞവനെ ജീവിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ അത് ഈ നാടിനോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. ലിജോ നിസ്സഹായനായി നിൽക്കെ അവർ ആദിയുടെ കൈകൾ പിന്നോട്ടാക്കി വിലങ്ങിട്ടു. അടങ്ങി നിന്നോണം. അവൻ പക്ഷേ കുരുക്കിൽ വീണ മൃഗത്തെപ്പോലെ മുരണ്ടുകൊണ്ടിരുന്നു. മമ്മി മമ്മി! ജുവൽ കരച്ചിലൂടെ കനകത്തെ കുലുക്കി. ഒരു ദുസ്വപ്നത്തിൽ നിന്ന് എന്നവണ്ണം അവർ ഉണർന്നു. ഒരു മാത്ര ചുറ്റും പകച്ചു നോക്കി. അവസാനം ആ നോട്ടം സുരേന്ദ്രനാഥിൽ ചെന്ന് മുട്ടി. അവർ തറയിൽ കൈക്കുത്തി എഴുന്നേറ്റു. പിന്നെ ഉസ്മാനോട് പറഞ്ഞു, ആദ്യേ വിട് സാറേ. അവൻ കൊല്ലട്ടെ എൻ്റെ ഭർത്താവിനെ. അയാൾക്ക് ജീവിക്കാൻ അർഹതയില്ല. തുടർന്ന് അവർ താഴേക്കോടി കരഞ്ഞുകൊണ്ട്. സുരേന്ദ്രനാഥ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ജുവലിന് ഒന്നും പിടികിട്ടിയിരുന്നില്ല. അവളും കനകത്തിന് പിന്നാലെ പോയി. ചോരയിൽ കുളിച്ച ഒരു മനുഷ്യനെ പോലെ സുരേന്ദ്രനാഥ് എഴുന്നേറ്റു. പക്ഷേ വേച്ചുപോയി. ചന്ദ്രശേഖരന് ലെനിൻ ചേർന്ന് അയാളെ പിടിച്ചു. നടക്കടോ! അടുത്ത നിമിഷം ആദിയുടെ പാൻസിന്റെ പോക്കറ്റിൽ കിടന്ന ഫോൺ ശബ്ദിച്ചു. ഉസ്മാൻ കൈനീട്ടി അതെടുത്തു കാതോട് ചേർത്തു. ഒരു തെറിയാണ് അപ്പുറത്തുനിന്ന് ആദ്യം കേട്ടത്. തുടർന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉസ്മാൻ അൻസാരിയുടെ നട്ടെല്ലിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയി. എന്നാൽ ആ ഭാവം കണ്ട് സുരേന്ദ്രനാഥിന്റെ ചുണ്ടിൽ ഒരു ചിരി മിന്നി. എടാ പട്ടി! വായിൽ നിറഞ്ഞ ചോരയും അടർന്ന പല്ലുകളും തുപ്പിക്കളഞ്ഞിട്ട് സുരേന്ദ്രനാഥ് ആദിയെ നോക്കി മുരണ്ടു. ആ ഫോൺ കോൾ നിനക്കാടാ. കേട്ടുനോക്ക് എന്താന്ന്. ആദിയുടെ പുരികങ്ങൾ വളഞ്ഞു. അവൻ ഉസ്മാൻ അൻസാരിയെ സംശയത്തോടെ നോക്കി. ഉസ്മാൻ ദടുതിയിൽ കാൾ കട്ട് ചെയ്ത് ഫോൺ ആദിയുടെ പോക്കറ്റിലേക്ക് തന്നെ ഇട്ടു. തുടർന്ന് പോലീസ് സംഘം ഇരുവരെയും താഴേക്ക് കൊണ്ടുപോയി. ലിജോയും പിന്നാലെ ചെന്നു. സിറ്റിംഗ് റൂമിലെ സോഫയിൽ ചാഞ്ഞിരുന്ന് ഏങ്ങി കരയുന്നുണ്ടായിരുന്നു കനകം. അരികിൽ ജുവലുമുണ്ട്. അവരെ കണ്ട് കത്തുന്ന കണ്ണുകളോടെ കനകം തലയുയർത്തി സുരേന്ദ്രനാഥിനെ നോക്കി. അലറിക്കൊണ്ട് അവർ കഴിച്ചുകൊണ്ടി. ദുഷ്ടൻ! ജുവൽ സങ്കടത്തോടെ ആദിയെ നോക്കി. എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോവാതി. എന്തിനാ ജയന്തേട്ടനെ കൊന്നത്? ഞാൻ തന്നെ അത് പറഞ്ഞു തരാമെടി. കുരുക്കിൽ വീണ പുലിയുടെ ഭാവമായിരുന്നു സുരേന്ദ്രനാഥിന്. അവൻ എൻ്റെ മോനല്ല, അതുകൊണ്ട് തന്നെ. പപ്പാ! കെട്ടിടം അപ്പാടെ തലയിലേക്ക് ഇടിഞ്ഞു വീണതുപോലെ ജുവൽ നിലവിളിച്ചു. അതേടി! ഭ്രാന്തനെ പോലെ സുരേന്ദ്രനാഥ് അട്ടഹസിച്ചു. അവൻ്റെ തന്ത ഫോറസ്റ്റ് കൺസർവേറ്റർ രാരിച്ചനായിരുന്നടി. നിന്റെ മമ്മിയുടെ ആദ്യ ഭർത്താവ്. അയാളെ കൊന്നതും ഞാൻ തന്നെയാ. അക്കാര്യം നിന്റെ മമ്മി ഈ നിമിഷം വരെ അറിഞ്ഞിട്ടില്ല. സ്തംഭിച്ചു പോയി കനകം. എന്തോ പറയാനാഞ്ഞു അവർ. ചാടി എഴുന്നേൽക്കാനും. പക്ഷേ ഒന്നിനും കഴിഞ്ഞില്ല. ക്രൂരമായ സംതൃപ്തിയോടെ സുരേന്ദ്രനാഥ് തുടർന്നു. ഒരാക്സിഡന്റിൽ ഭാര്യ മരിച്ച എനിക്ക് അന്ന് 2 മക്കളുണ്ടായിരുന്നു, പരശുവും രവിയും. പരശുവിന് അന്ന് 4 വയസ്സ്, രവിക്ക് 2. എല്ലാവരും കാതു കൂർപ്പിച്ചു നിൽക്കുകയാണ്. ആദ്യം ലിജോയും അവിശ്വസനീയ ഭാവത്തിൽ മുഖാമുഖം നോക്കി. അന്ന് ജയന്തന് 3 വയസ്സുണ്ട്. ഭർത്താവിനെ കാട്ടുമൃഗങ്ങൾ കൊന്നു തിന്നതായിരിക്കുമെന്ന് ഈ കനകം കരുതി. ഇവളെ ആശ്വസിപ്പിക്കാൻ എന്ന ഭാവത്തിൽ മക്കളെയും കൂട്ടി ഞാൻ ഇവളുടെ അടുത്തേക്ക് ഇങ്ങ് പോന്നു. കൊച്ചു കുട്ടികളായിരുന്നുകൊണ്ട് ആർക്കും ഒന്നും ഓർമ്മിക്കാനുള്ള പ്രായമായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ പപ്പയും ഇവൾ മമ്മിയുമായി. ഹാളിൽ മുട്ടുസൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദത വന്നു. സുരേന്ദ്രനാഥ് ഓർമ്മയിൽ ചികഞ്ഞു. അതിനുശേഷമാ എനിക്കും കനകത്തിനും കൂടി നീയുണ്ടായത്. പക്ഷേ ഇവളുണ്ടല്ലോ, നിന്റെ മമ്മി, എല്ലാ സ്വത്തുക്കളും കൈയടക്കി വെച്ചു. എൻ്റെയോ മക്കളുടെയോ പേരിലേക്ക് എഴുതി വെക്കാൻ പറഞ്ഞിട്ട് അവളത് ചെയ്തില്ല. രാരിച്ചനുണ്ടാക്കിയ സ്വത്ത് ജയന്തനാണ് പോലും. ഫൂ! അയാളൊന്ന് കാറിത്തുപ്പി. നിങ്ങൾ 3 പേർക്ക് എൻ്റെ അധ്വാനഫലം മതിയത്രേ. ഇവിടുത്തെ സ്വത്ത് കണ്ടിട്ട് തന്നെയാ ഞാനിങ്ങോട്ട് ചേക്കേറിയത്. അത് ഒരുത്തൻ മാത്രമങ്ങ് അനുഭവിക്കേണ്ടെന്ന് ഞാൻ തീർച്ചയാക്കി. പ്രത്യേകിച്ചും ജയന്തനോട് ഈ വൃത്തികെട്ടവൾ എല്ലാം പറഞ്ഞ നിലയ്ക്ക്. ഇപ്പോൾ എല്ലാവർക്കും സകലതും വ്യക്തമായല്ലോ. സുരേന്ദ്രനാഥ് പൊട്ടിച്ചിരിച്ചു. പക്ഷേ പിടിച്ചു നിർത്തിയതുപോലെ ചിരി മുറിഞ്ഞു. ഉസ്മാൻ അൻസാരി അയാളെ ശ്രദ്ധിച്ചു. ആ മുഖം കൂടുതൽ ക്രൂരമാവുന്നു. അയാളുടെ നാവിൽ നിന്ന് വാക്കുകൾ അടർന്നു വീണു. എങ്കിലും ജയിച്ചെന്ന് ആര് കരുതണ്ട. ഒരുത്തനും രക്ഷപ്പെടില്ല. അതിനുള്ള വെടിമരുന്നിന് ഞാൻ തീയിട്ടിട്ടുണ്ട്. ഉസ്മാന് മാത്രം പെട്ടെന്ന് കാര്യം പിടികിട്ടി. പക്ഷേ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. കണ്ണുകളും കാതുകളും അടയപ്പെട്ടതുപോലെ ജുവൽ നിന്നു. അപ്പോൾ ഉസ്മാൻ അൻസാരിയുടെ ശബ്ദമുയർന്നു. മിസ്റ്റർ സുരേന്ദ്രനാഥ്, നിങ്ങൾ തന്നെയാണ് ജയന്തനെ കൊന്നതെന്ന് ഉറപ്പിച്ചിട്ടാണ് ഞങ്ങളിങ്ങോട്ട് വന്നത്. ചെട്ടിക്കുളങ്ങര സദാശിവനാണ് സൈനൈഡ് വാങ്ങാൻ പറഞ്ഞതെന്ന രവിയുടെ മൊഴി കേട്ടപ്പോഴേ ഞങ്ങൾ തീരുമാനിച്ചു ഇവിടെ നിങ്ങളറിയാതെ ഒന്നും നടക്കില്ലെന്ന്. പക്ഷേ നിങ്ങളുടെ വെളിപ്പെടുത്തലുകൾ സത്യത്തിൽ ഞങ്ങളെയും ഞെട്ടിച്ചു. ഇനി കൂടുതൽ ഞെട്ടാൻ പോകുന്നതേയുള്ളൂ. ആദിയുടെ ഫോണിൽ വന്ന കോൾ നിങ്ങളല്ലേ അറ്റൻഡ് ചെയ്തത്? സുരേന്ദ്രനാഥ് വിജയഭാവത്തിൽ നിന്നു. നടക്ക്, ഞാൻ പറഞ്ഞു തരാം. ഉസ്മാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തലകൊണ്ട് ഒരടയാളം കൊടുത്തു. അവർ സുരേന്ദ്രനാഥിനെ കൊണ്ടുചെന്ന് ഇന്നോവയിൽ കയറ്റി. തന്നിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ചിലതുകൂടി ഞങ്ങൾക്കറിയണം. അതിനുശേഷം ഹോസ്പിറ്റലിലാക്കും, ബ്രിട്ടാസ് പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല, നോക്കിക്കോ. സുരേന്ദ്രനാഥ് വീണ്ടും ചിരിച്ചു. ഉസ്മാൻ അത് ശ്രദ്ധിക്കാതെ ആദിക്ക് നേരെ തിരിഞ്ഞു. തൽക്കാലം ഞാൻ നിന്നെ വിടുകയാ.
അതിന് കാരണമുണ്ട്. എന്നാലും ഇയാളെ മർദ്ദിച്ചതിൻ്റെ പേരിൽ നിന്റെ മേൽ കേസുണ്ടാവും. ആദി ഇച്ഛാഭംഗത്തോടെ നിന്നതേയുള്ളൂ. അബു സലീം അവൻ്റെ വിലങ്ങ് അഴിച്ചുമാറ്റി. ഉസ്മാൻ അവനോട് ശബ്ദം താഴ്ത്തി. നിന്റെ ഫോണിൽ വന്നത് ചെട്ടിക്കുളങ്ങര സദാശിവൻ്റെ കാളായിരുന്നു. ഏ? അവൻ്റെ തലച്ചോറിൽ 1000 തേളുകൾ പുളഞ്ഞുകുത്തി. എന്താ സാർ അയാൾ പറഞ്ഞത്? അവൻ ഷർട്ടിൻ്റെ കൈമടക്കുകൾ തെറുത്തു കയറ്റി. അതൊക്കെ പിന്നെ പറയാം. ആദ്യം നീ വീട്ടിലേക്ക് ചെല്ല്. അപകടത്തിൻ്റെ ഒരു തീവണ്ടി പാഞ്ഞു വരുന്നത് പോലെ ആദിക്ക് തോന്നി. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ സുരേന്ദ്രനാഥിനെയും കൊണ്ട് ഉസ്മാനും സംഘവും പോയി. ലിജോ വാടാ. ആദി ജീപ്പിന് നേരെ കുതിച്ചു. റോസാപ്പൂ കണ്ട ഇരബി വന്ന ജീപ്പ് ആദിയുടെ വീടിന് മുന്നിൽ നിന്നു. ആദിയും ലിജോയും അതിൽ നിന്ന് ചാടിയിറങ്ങി. അവിടെ പ്രത്യേകിച്ചൊന്നും നടന്നതായി തോന്നിയില്ല. അടുത്ത വീടുകളിലുള്ളവരൊക്കെ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ആദി തൻ്റെ വീട്ടിലേക്ക് നടന്നു. പിന്നാലെ ലിജോയും. വാതിൽ തുറന്നു കിടക്കുകയാണ്. ഭദ്രേ. ഇരുവരും അകത്ത് കാൽവെച്ചു. പക്ഷേ ഭദ്ര വിളിക്കേട്ടില്ല. ഒരിക്കൽ കൂടി അവൻ വിളിച്ചു. അപ്പോഴും പ്രതികരണമില്ല. അമ്മേ, അച്ഛാ. അവർ ഇരുവരും അടുത്ത മുറികളിലേക്കും അടുക്കളയിലേക്കും ചെന്നു. ഒരിടത്തും ആരുമില്ല. ഭീതി ജനിപ്പിക്കുന്ന ഒരു നിശബ്ദത മാത്രം. പിന്നിലെ വാതിലും തുറന്നു കിടക്കുകയാണ്. ആദ്യം ലിജോയ്ക്കും അപകടത്തിന് ചൂരടിച്ചു. സന്ദേഹത്തോടെ അവർ പരസ്പരം നോക്കി. ഒന്നും പറയാതെ ആദി കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു. സുഖുവേട്ടാ. കാരൻ്റെ വീടിന് മുന്നിലെത്തി അവൻ. ശബ്ദത്തിലെ പരിഭ്രമം തിരിച്ചറിഞ്ഞ സുകുമാരനും ഭാര്യയും പെട്ടെന്ന് ഇറങ്ങി വന്നു. എന്താ ആദി? എൻ്റെ വീട്ടിലെ എല്ലാവരും എന്തിയേ? അവിടെ ഉണ്ടായിരുന്നല്ലോ കുറച്ചു മുമ്പ് വരെ. ആദി ചകിതനായി. അപ്പുറത്തു നിന്ന് റഫീഖും മുംതാസും വന്നു. ഞങ്ങളും കുറച്ചു മുമ്പ് അവരെ കണ്ടതാ. എല്ലാവരും കൂടി അവിടെ മുഴുവൻ തിരഞ്ഞു. ഒരിടത്തും ശേഖരനും സുഗന്ധിയും ഭദ്രയും ഇല്ല. റോസാപ്പൂ കണ്ടക്കാർ മുഴുവൻ വിവരം അറിഞ്ഞു. തിരച്ചിൽ വ്യാപിച്ചു. പക്ഷേ ഭൂമി പിളർന്നു മറഞ്ഞതുപോലെ മൂവരും എവിടെയോ അപ്രത്യക്ഷരായിരുന്നു. ആദ്യ തളർച്ചയോടെ ലിജോയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ. ഉസ്മാനും സംഘവും സുരേന്ദ്രനാഥിനെ എത്തിച്ചത് അവിടെയാണ്. അയാളെ സെല്ലിനുള്ളിലേക്ക് തള്ളിയിട്ട് ഉസ്മാൻ പിന്നാലെ കയറി. പുറംകാൽ കൊണ്ട് വാതിൽ ചവിട്ടിയടച്ചു. തുടർന്ന് സുരേന്ദ്രനാഥിന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു ഭിത്തിയോട് ചേർത്തു. പറയടോ, എവിടെയുണ്ട് സദാശിവൻ? ഉസ്മാന്റെ കണ്ണുകൾ കത്തി. എനിക്കറിയാം, പക്ഷേ എന്നെ അരച്ച് വെള്ളത്തിൽ കളിക്കിയാലും പറയില്ല. അല്ലെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്. അയാൾ ചിരിച്ചു. പിന്നെ സദാശിവൻ തീർച്ചയായും നിങ്ങളെ വിളിക്കും. അപ്പോൾ നെറ്റോക്കെ. ഉസ്മാന്റെ പല്ലുകൾ ഞെരിഞ്ഞു. കൈ ചുരുട്ടി ഒറ്റയടി അയാളുടെ നെറ്റിയിൽ. സുരേന്ദ്രനാഥിന്റെ തലച്ചോറിനുള്ളിൽ നക്ഷത്രങ്ങൾ മിന്നി. പക്ഷേ അയാളൊന്നും പറഞ്ഞില്ല. പകരം ബോധം കെട്ട് താഴെ വീണു. ഉസ്മാൻ തിടുക്കത്തിൽ ഫോണെടുത്ത് ആഭ്യന്തരമന്ത്രി യൂസഫ് തിരുരങ്ങാടിയെ വിളിച്ചു. സദാശിവൻ ആദ്യയുടെ ഫോണിലൂടെ പറഞ്ഞ കാര്യങ്ങൾ അയാളെ പറഞ്ഞു കേൾപ്പിച്ചു. യൂസഫും ഒന്ന് ഞെട്ടിയെന്ന് വ്യക്തം. ഒരു നിമിഷം കഴിഞ്ഞാണ് മറുപടി കിട്ടിയത്. ഉസ്മാൻ, നിനക്ക് എത്ര ഫോഴ്സിന് വേണമെങ്കിലും ഉപയോഗിക്കാം. അത്യാവശ്യമെങ്കിൽ ഹെലികോപ്റ്റർ സേവനവും ആയിക്കോട്ടെ. ഇപ്പോൾ തന്നെ ഞാൻ DGPക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. ഞാൻ വിളിക്കാം സാർ. അയാൾ ഫോൺ കട്ട് ചെയ്തു. ആദ്യം വീടിന് മുന്നിലെ റോഡിലൂടെ അസ്വസ്ഥനായി 2-3 ചാൽ നടന്നു. തുടർന്ന് വീട്ടിലേക്ക് കയറി ശരിക്കും പരിശോധന നടത്തി. വല്ല കുറിപ്പോ മറ്റോ അവർ എഴുതി വെച്ചിട്ടുണ്ടോ? ഒന്നും കണ്ടില്ല. റോസാപ്പൂ കണ്ടത്തിലെ ആളുകൾ മുഴുവൻ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. എന്നാലും ആരുടെയും കണ്ണിൽപ്പെടാതെ അവർ എങ്ങോട്ട് പോയി? തോമാശൻ പിറുപിറുത്തു. പെട്ടെന്ന് ഒരു യുക്തി തോന്നിയതുപോലെ ആദ്യം തൻ്റെ സെൽഫോൺ എടുത്തു. സുരേന്ദ്രനാഥിൻ്റെ വീട്ടിൽ വെച്ച് ചെട്ടിക്കുളങ്ങര സദാശിവൻ വിളിച്ചെന്ന് പറയപ്പെടുന്ന നമ്പറിലേക്ക് അവനൊരു കാൾ ചെയ്തു. അപ്പുറത്ത് റേഞ്ച് ഇല്ലാത്തതുപോലെ ബീപ്പ് ശബ്ദം മാത്രം. വീണ്ടും വീണ്ടും ശ്രമിച്ചു. ഒടുവിൽ അപ്പുറത്ത് ബെൽ മുഴങ്ങി. ആദിയുടെ നെഞ്ചിരിപ്പിന് വേഗതയേറി. ഹലോ. മറുതലയ്ക്കിൽ നിന്ന് ശബ്ദം കേട്ടു. ആദി അത് തിരിച്ചറിഞ്ഞു. ചെട്ടിക്കുളങ്ങര സദാശിവൻ. അങ്ങോട്ടേക്ക് പറയും മുമ്പ് ഇങ്ങോട്ട് ചോദ്യം വന്നു. എന്താടാ, നേരത്തെ ഞാൻ വിളിച്ചപ്പോൾ ആ പോലീസ് റാസ്കലാണ് അറ്റൻഡ് ചെയ്തത് അല്ലേ? അത് ശ്രദ്ധിക്കാതെ ആദി തിടുക്കപ്പെട്ടു. എൻ്റെ അച്ഛനും അമ്മയും പെങ്ങളും എവിടെ? അപ്പുറത്തുനിന്ന് സദാശിവൻ്റെ ചിരി കേട്ടു. ബുദ്ധിമാൻ. അവരെ കണ്ടില്ലെങ്കിൽ അതിന് പിന്നിൽ ഞാനാണെന്ന് നീ കരുതി. നല്ലത്. അവർ എൻ്റെ അരികിൽ ഈ നിമിഷം വരെ സുരക്ഷിതരായുണ്ട്. എടാ. പരിസരം മറന്ന ആദി അലറി. അവിടെയുണ്ടായിരുന്നവരുടെ എല്ലാം ശ്രദ്ധ അവനിലേക്കായി. ആദി തുടർന്നു. അവരുടെ ശരീരത്ത് ഒരു തരി മണ്ണ് വീണാലുണ്ടല്ലോ, കൊന്നുകളയപ്പെട്ടി നിന്നെ. ഓഹോ, അങ്ങനെയാണോ? അടുത്ത നിമിഷം ഫോണിലൂടെ ഒരടിയൊച്ചയും തുടർന്ന് ഭദ്രയുടെ നിലവിളിയും കേട്ടു. തുടർന്ന് സദാശിവന്റെ ശബ്ദം. മണ്ണല്ല, എൻ്റെ കയ്യാടാ നിന്റെ പെങ്ങളുടെ കവിളത്ത് വീണത്. നീ എന്നെയൊന്ന് കൊന്നേടാ, കാണട്ടെ. പുലി മുരളും പോലെയായി ആദിയുടെ ഒച്ച. സദാശിവ, നായി പുരപ്പുറത്ത് കയറി നിന്ന് കുരയ്ക്കുന്നത് പോലെയുള്ളൂ നീ. താഴെ വരുത്തും നിന്നെ ഞാൻ, എന്നിട്ട് തീർക്കും. പിന്നെ നീ പുളുത്തും. ഈ ഒരു ഈച്ച പോലെ അറിയാതെ നിന്റെ കുടുംബത്തെ മുഴുവൻ ഇവിടെ എത്തിച്ചവനെ ഞാൻ, കേവലം ഒരു ഫോൺ കോളിലൂടെ. ആദിക്ക് പിടികിട്ടിയില്ല. അപ്പോൾ സദാശിവൻ വിശദീകരിച്ചു. നീ എൻ്റെ പിടിയിലാണെന്നും നിന്റെ ശരീരത്തിൽ ബോംബ് വച്ചിരിക്കുകയാണെന്നും ഞാൻ പറഞ്ഞടാ. നിന്റെ ഫോണിലേക്ക് ആരെങ്കിലും വിളിക്കുകയോ ഫോൺ ബെല്ലടിക്കുകയോ ചെയ്താൽ ബോംബ് പൊട്ടുമെന്ന് ഒരു ചെറിയ കള്ളം. പിന്നെ ആരും ഒന്നും അറിയരുത് എന്നൊരു ഭീഷണി. അവർ ഡീസൻ്റാ, നിന്നോട് ഒത്തിരി സ്നേഹമുള്ളവർ. മിഠായി നുണയും പോലെ ഒരു ശബ്ദം കേൾപ്പിച്ചു സദാശിവൻ. ആരും അറിയാതെ അവർ വന്നടാ. റോസാപ്പൂക്കണ്ടം കടന്ന് ചെക്ക് ഡാമിനടുത്തേക്ക്.
കാത്തു നിന്നിരുന്ന എൻ്റെ ആളുകളുടെ ഇടയിലേക്ക്. സദാശിവൻ ഉച്ചത്തിൽ ചിരിക്കുന്നു. ഇങ്ങനെ ചിരിക്കാതെടോ താൻ. കേരളത്തിലെ നിന്റെ എല്ലാ പോക്രിത്തരങ്ങൾക്കും വള്ളമിട്ട് തരുന്നത് തമിഴ്നാട്ടിലെ പ്രമുഖരാ. അവിടുത്തെ മുഖ്യമന്ത്രി 1 മണിക്കൂർ മുമ്പ് ജയിലിലായത് നീ അറിഞ്ഞോടാ? 4 വർഷം തടവും 100 കോടി രൂപ പിഴയും. ആവേശത്താൽ ആദിക്ക് തച്ചു. ഇനി അതിർത്തിക്കപ്പുറത്ത് ലോവർ പെരിയാറിലെ ഹെയർപിൻ വളവുകൾ കയറി ഒരുത്തനും വരില്ല നിന്നെ സഹായിക്കാൻ. അപ്പുറത്ത് ശക്തമായ ഒരു നടുക്കമുണ്ടായതുപോലെ സദാശിവൻ പെട്ടെന്ന് മൗനത്തിലായി. ആദി തിരക്കി. എന്താ നിന്റെ ഡിമാൻഡ്? അങ്ങനെയൊന്ന് കാണുമല്ലോ. ഡിമാൻഡ് ഐ വാണ്ട് യു. പിന്നെ നിന്നെ അറിയിക്കാൻ എനിക്കുമുണ്ട് ഒരു സന്തോഷ വാർത്ത. 1 മണിക്കൂറിന് ശേഷം നിന്നെ ഞാൻ വിളിക്കും. ഞാൻ പറയുന്നിടത്ത് നീ വരും. ഒറ്റയ്ക്ക് വന്നില്ലെങ്കിൽ നീയൊക്കെ ചങ്കും കരളും ചോരയും കൊടുത്തിട്ടാണെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം ഓർത്തോടെ പുല്ലേ. ആദി കിടുങ്ങി. അവനെന്തോ പറയും മുമ്പ് അപ്പുറത്ത് ഫോൺ കട്ടായി. എന്താ ആദി? ജനം അവനെ വളഞ്ഞു. ലിജോ ഇദ്ദേഹത്തോടെ അവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഇവരോട് കാര്യം പറയുന്നതാണ് ഉചിതമെന്ന് അവന് തോന്നി. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. സദാശിവൻ പറഞ്ഞ കാര്യങ്ങൾ അവൻ എല്ലാവരോടും പറഞ്ഞു. ഈശ്വരാ, സുകുമാരൻ നെഞ്ചിൽ കൈവച്ചു. പന്നീനെ കുത്തി കീറണം. റഫീഖ് പല്ലിഞ്ഞെറുമി. ആദി, ലിജോ അവൻ്റെ തോളിൽ കൈവച്ചു. അച്ഛനും മറ്റും അവൻ്റെ പിടിയില്ല. ആദി ശബ്ദം താഴ്ത്തി. നമുക്ക് സദാശിവനെ തടയേണ്ടടാ. ലിജോ തിടുക്കം കൂട്ടി. വേണം, പക്ഷെ സൂക്ഷിച്ചേ പറ്റൂ. കാരണം താൻ മരിക്കേണ്ടി വന്നാലും എല്ലാം തകർക്കണമെന്ന മാനസികാവസ്ഥയിലാണ് സദാശിവൻ. ആദി ഇനി എന്ത് പറയുന്നുവെന്ന് കേൾക്കാൻ മറ്റുള്ളവർ കാതോർത്തു. വണ്ടിപ്പെരിയാർ. ഉസ്മാൻ അൻസാരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ ഭാവിക്കുമ്പോഴാണ് സെൽഫോൺ ശബ്ദിച്ചത്. അയാൾ നോക്കി. അപരിചിതമായ നമ്പർ. അറ്റൻഡ് ചെയ്തു. യെസ്, ഉസ്മാനല്ലേ? ആ ശബ്ദം ഉസ്മാനെ പിടികിട്ടി. ചെട്ടിക്കുളങ്ങര സദാശിവൻ. അതെ. അയാൾ കരുതലോടെ സംസാരിച്ചു. സുരേന്ദ്രൻ നിന്റെ കസ്റ്റഡിയിലുണ്ടെന്ന് എനിക്കറിയാം. അവനെ എനിക്ക് വേണം. അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചെങ്കിലും അയാൾ പറയാൻ പോകുന്ന കാര്യം ഉസ്മാന് മനസ്സിലായിരുന്നു. സദാശിവൻ്റെ ശബ്ദം ഉസ്മാൻ്റെ കാതിൽ വീണ്ടും എത്തി. ആദ്യയുടെ ഫോണിലൂടെ നീ എല്ലാം അറിഞ്ഞു കാണുമല്ലോ. അതുകൊണ്ട് ഒന്നും തകരാതിരിക്കണമെങ്കിൽ, അയൽ ജില്ലകളെ വെള്ളത്തിനടിയിലാക്കണ്ടെങ്കിൽ, മനുഷ്യരും മറ്റു ജന്തുക്കളും പുഴുക്കളെ പോലെ ചത്തളിയണ്ടെങ്കിൽ, ഞാൻ പറയുന്നിടത്ത് പറയുന്ന സമയത്ത് ഒറ്റയ്ക്ക് അവനുമായി വരണം. സുരേന്ദ്രനാഥുമായിട്ട്. മനസ്സിലായല്ലോ? ഉസ്മാൻ അൻസാരി നടുങ്ങി നിൽക്കുമ്പോൾ അപ്പുറത്ത് കാൽ മുറിഞ്ഞു. ഡിവൈഎസ്പി ഉസ്മാൻ അൻസാരിയുടെ കാതിൽ അപകടമായ ഒരു കാറ്റിരുമ്പ്. എത്രയും വേഗം പ്രവർത്തിച്ചേ പറ്റൂ. അയാൾ ആഭ്യന്തരമന്ത്രി യൂസഫ് തിരൂരങ്ങാടിയെ വിളിച്ചു. ചെട്ടിക്കുളങ്ങര സദാശിവന്റെ ഭീഷണി വ്യക്തമാക്കി. എങ്കിലൊന്നും നോക്കണ്ട ഉസ്മാനെ. തനിക്ക് ഉചിതമെന്നും തോന്നുന്നത് ചെയ്യാം. ജില്ലയിലെയും അയൽ ജില്ലയിലെയും പോലീസ് ഫോഴ്സ് മുഴുവൻ അവിടേക്ക് വരാൻ ഞാൻ ഓർഡർ ഇടുകയാണ്. ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. മുഖ്യമന്ത്രി എൻ്റെ അരികിലുണ്ട്. അദ്ദേഹവുമായി ആലോചിച്ചിട്ട് ഞാൻ നിന്നെ വിളിക്കാം. വേണമെങ്കിൽ ഹെലികോപ്റ്റർ വഴി കേന്ദ്രത്തിൽ നിന്ന് കമാൻഡോകളെയും ഇറക്കാം. സർ, ഉസ്മാൻ പറഞ്ഞു. അതൊക്കെ താമസമുള്ള കാര്യമല്ലേ? നമുക്ക് മുന്നിൽ അധികം സമയമില്ല. മാത്രമല്ല, അങ്ങനെയൊരു അറ്റാക്ക് ഉണ്ടാകുമെന്ന് തോന്നിയാൽ അയാൾ ആ നിമിഷം ബോംബ് ബ്ലാസ്റ്റിങ്ങിന് മുതിർന്നെന്നും ഇരിക്കും. പിന്നെ എന്താ തൻ്റെ പ്ലാൻ? മന്ത്രിയുടെ ശബ്ദത്തിലും തിടുക്കം വന്നു. ഏതായാലും പോലീസ് ഫോഴ്സ് ഉടനെ എത്തിക്കോട്ടെ. ബാക്കിയൊക്കെ ഞാൻ പ്ലാൻ ചെയ്യാം. ഉസ്മാൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ തിടുക്കത്തിൽ ചെന്ന് ഇന്നോവയിൽ കയറി. അടുത്ത നിമിഷം ആദിയുടെ കാൾ അയാളെ തേടിയെത്തി. പെട്ടെന്ന് ഉസ്മാൻ്റെ മനസ്സിൽ ഒരാശയം മിന്നി. ആദി, നീ എവിടാ? വീട്ടിലുണ്ട് സാർ. എൻ്റെ കുടുംബം. ആദിയുടെ പതറിയ ശബ്ദം ഉസ്മാൻ കേട്ടു. എനിക്കറിയാമെടോ. എന്താ അയാൾ വച്ച ഡിമാൻഡ്? അയാൾക്ക് എന്നെ വേണം. നമുക്ക് ചർച്ച ചെയ്യാം. നീ കുമളി പോലീസ് സ്റ്റേഷനിലേക്ക് വാ. ഞാൻ ഉടൻ അങ്ങ് എത്തും. ശരി സാർ. കാൾ കട്ട് ചെയ്യുന്നതിനിടയിൽ ഉസ്മാൻ വാച്ച് നോക്കി. സമയം 6 മണി. രാത്രിയിൽ ലക്ഷ്യം പൂർത്തിയാക്കുകയാണ് സദാശിവൻ്റെ ഉദ്ദേശമെന്ന് അയാൾക്ക് മനസ്സിലായി. ഫോൺ പോക്കറ്റിൽ തിരികെ ഇട്ടുകൊണ്ട് ആദ്യം തിരിഞ്ഞ് ലിജോയെ നോക്കി. തേക്കടി ബോട്ട് ലാൻഡിംഗ് സ്റ്റേഷനിൽ ഇപ്പോൾ ബോട്ടുകൾ മുഴുവൻ തിരിച്ചെത്തിയിട്ടുണ്ടാവില്ലേടാ. ആദ്യം തൻ്റെ നാട്ടുകാരിലൂടെ ഒന്ന് കണ്ണോടിച്ചു. ഇവരിൽ കുറച്ച് പേരുമായി നീ അവിടേക്ക് പോകണം. ബലപ്രയോഗം വേണ്ടി വന്നാൽ മടിക്കണ്ട. അപ്പർ ഡക്കും ലോവർ ഡക്കുമുള്ള 2 ബോട്ടുകൾ പിടിച്ചെടുക്കണം. അതിൽ നേരെ ഡാമിനടുത്തേക്ക് കുറച്ച് ഇപ്പുറത്തായി വനത്തിൽ ഇറങ്ങിയിട്ട് നടന്നു പോവുക. ഞാൻ പറയും വരെ മറ്റാരും കാണാതെ ഡാമിനടുത്ത് മറിഞ്ഞിരിക്കണം. ഫോണിലൂടെ ഞാൻ വിവരം തരാം. ആദ്യം പിന്നെ ശബ്ദം താഴ്ത്തി ബാക്കി വിശദീകരിച്ചു കൊടുത്തു. ആളുകളെ തേക്കടിയിലേക്ക് കൊണ്ടുപോകാൻ സാജൻ്റെ ജീപ്പ് നിനക്ക് ഉപയോഗിക്കാം. പറഞ്ഞിട്ട് അവൻ വേഗം കുമളിയിലേക്ക് ചെന്നു. അധികം വൈകാതെ ഉസ്മാൻ അൻസാരിയും സംഘവും എത്തി. CI ഓഫീസിൽ വച്ചായിരുന്നു കൂടിക്കാഴ്ച. ഉസ്മാനും ആദ്യം പരസ്പരം വിവരങ്ങൾ കൈമാറിയിട്ട് കൂട്ടായി ചിന്തിച്ചു. കാടിനെക്കുറിച്ച് നിനക്ക് നല്ല ധാരണയുള്ളതിനാൽ എന്തെങ്കിലും ആശയം കണ്ടെത്താൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഉസ്മാൻ പ്രതീക്ഷയോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി.
ആദി ഒരു നിമിഷം കണ്ണടച്ചിരുന്നു. പിന്നെ പറഞ്ഞു, മുല്ലപ്പെരിയാർ ഡാമിൽ വേഗത്തിലെത്താൻ 2 വഴികളേയുള്ളൂ സാർ. 1 വണ്ടിപ്പെരിയാറിൽ നിന്ന് വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴി വാഹനയാത്ര. 2 തേക്കടി തടാകത്തിലൂടെ ബോട്ട് യാത്ര. ഉസ്മാൻ അൻസാരിയുടെ കണ്ണുകളിൽ ഒരു വെളിച്ചം മിന്നി. അയാളുടെ മനസ്സിൽ ആശയം തെളിഞ്ഞു. ഈ 2 വഴിയും നമുക്ക് ഉപയോഗിക്കാം, പെട്ടെന്ന് ആദ്യം അറിയിച്ചു. തേക്കടി ലാൻഡിംഗ് സ്റ്റേഷനിൽ നിന്ന് 2 ബോട്ടുകൾ പിടിച്ചെടുത്ത് എൻ്റെ ആളുകൾ ഇപ്പോൾ അങ്ങോട്ട് പുറപ്പെട്ടിരിക്കും സാർ. ആദി, അറിയാതെ ഉസ്മാൻ്റെ ഒച്ചയുയർന്നു. എന്തു മണ്ടത്തരമാ നീ കാണിച്ചത്? സദാശിവൻ ശത്രു സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ബോംബ് പൊട്ടിച്ചാൽ? ആദി തല വെട്ടിച്ചു. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല സാർ. അവൻ ചിരിച്ചു. കാടറിയുന്നവരാ എൻ്റെ ആളുകൾ. എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആരുടെയും കണ്ണിൽപ്പെടാതെ ഒരു നിശ്ചിത അകലത്തിൽ നിൽക്കത്തേയുള്ളൂ. എൻ്റെ സിഗ്നൽ കിട്ടാതെ ചലിക്കില്ല. ഇനി സദാശിവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവരുടെ പിടിയിലാകും. ബോംബ് പൊട്ടാൻ സമ്മതിക്കത്തുമില്ല. ആ വാക്കുകളിൽ പക്ഷേ അധിക വിശ്വാസം തോന്നിയില്ല ഉസ്മാൻ അൻസാരിക്ക്. എങ്കിലും കേട്ടിരുന്നു. ആദി തുടർന്നു. എന്നെ കൊന്നിട്ട് സുരേന്ദ്രനാഥ് സാറുമായി രക്ഷപ്പെടാനാണ് അയാളുടെ പദ്ധതി. അതുകൊണ്ട് ഡാം പൊട്ടിക്കില്ല. പൊട്ടിയാൽ അയാളും തീരുമല്ലോ. സുരേന്ദ്രനാഥ് സാറിൻ്റെ വീട്ടിൽ കഴിയുന്ന അയാളുടെ മകളും തീരും. അത് നേരാണെന്ന് ഉസ്മാന് തോന്നി. അപ്പോൾ ഒരു ടൈം ബോംബായിരിക്കും അയാളുടെ മനസ്സിൽ. ഉസ്മാൻ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് ബോംബ് സ്ക്വാഡ് വരാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അടുത്ത നിമിഷം ആദിയുടെ ഫോണിലേക്ക് ലിജോയുടെ വിളി വന്നു. ആദി, ചെറിയ കയ്യാങ്കളി വേണ്ടി വന്നു. തേക്കടിയിൽ നിന്ന് 2 ബോട്ടുകൾ പിടിച്ചെടുത്ത് ഞങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു. ശരിയടാ. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞതുപോലെ. ഉസ്മാനും കാര്യം മനസ്സിലായി. എന്താ നിന്റെ അടുത്ത പദ്ധതി? സദാശിവൻ്റെ കാലിന് വേണ്ടി പ്രതീക്ഷിക്കുക. അയാൾ പറയുന്നത് പോലെ ചെയ്യുക. അവൻ്റെ കണ്ണുകളിൽ കടുവയുടെ ക്രൗര്യം തിളങ്ങുന്നത് അയാൾ കണ്ടു. ഓക്കെ, പക്ഷെ നീ പോകുന്നതിന് മുമ്പ് എനിക്ക് മെസ്സേജ് തരണം. എപ്പോഴാണെന്നും ഏത് വഴിയാണെന്നും. ശരി സാർ. എങ്കിൽ ആദ്യം പോയിക്കോ. അവൻ യാത്ര പറഞ്ഞു. ഉസ്മാൻ അൻസാരി തൻ്റെ സംഘത്തിലുള്ളവരുമായി ചർച്ച തുടർന്നു. കൃത്യമായ പ്ലാനിങ്ങോടെ വേണം നമുക്ക് നീങ്ങാൻ. അത് വളരെ വേഗത്തിൽ ആയിരിക്കുകയും വേണം. ചിന്തിക്കാനുള്ള നേരം പോലും സദാശിവന് കിട്ടരുത്. എന്നാലും ആദി, അവന് തോന്നിയതുപോലെ ഒരു തീരുമാനമെടുത്തത് ശരിയായില്ല. നമ്മുടെ ഓപ്പറേഷനിടയിൽ സിവിലിയൻസ് കടന്നുകൂടിയാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ബ്രിട്ടേഴ്സ് തൻ്റെ വിയോജിപ്പ് മറച്ചുവെച്ചില്ല. അത് ശരിയാടോ. എന്നാൽ ഈ സമയത്ത് എനിക്ക് അവനെ കുറ്റപ്പെടുത്താനും കഴിയുന്നില്ല. കാരണം സദാശിവൻ്റെ പക്കലുള്ളത് അവൻ്റെ കുടുംബത്തിൻ്റെ ജീവനാണ്. പിന്നെ അക്കാര്യം ആരും സംസാരിച്ചില്ല. ഒരു സിഗരറ്റ് കത്തിക്കാനുള്ള നേരമെടുത്തിട്ട് ഉസ്മാൻ അൻസാരി തുടർന്ന് സംസാരിച്ചു. ആദ്യം പറഞ്ഞ 2 മാർഗങ്ങളാണ് നമുക്കും ഉപയോഗിക്കാൻ പറ്റുക. റോഡ് മാർഗവും തടാക മാർഗവും. സദാശിവൻ കൃത്യസമയം പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ഓപ്പറേഷൻ ഇപ്പോൾ തന്നെ ആരംഭിക്കുന്നു. വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വഴി ആദ്യ സംഘങ്ങൾ മുല്ലപ്പെരിയാർ ഡാമിനരികിലേക്ക് പോകുന്നു. 2 കിലോമീറ്റർ അകലെ ഇറങ്ങുന്നു. പിന്നീടുള്ള യാത്ര വനത്തിലൂടെ. അടുത്ത സംഘങ്ങൾ തേക്കടിയിലൂടെ. പെർമിഷൻ ഞാൻ വാങ്ങിച്ചോളാം. അബു സലിമും ലെനിനും ഇവിടെ നിൽക്കണം. ബ്രിട്ടാസും ചന്ദ്രശേഖരനും എൻ്റെ കൂടെ പോരട്ടെ. അത് തീരുമാനമായി. ഉസ്മാൻ ആഭ്യന്തരമന്ത്രിയെ വിളിച്ച് റിപ്പോർട്ട് നൽകി. മുല്ലപ്പെരിയാർ ഡാം. നേരം സന്ധ്യ. ഡാം ടോപ്പിൽ അങ്ങിങ്ങ് ലൈറ്റുകൾ തെളിഞ്ഞു. കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയുമായി 20ഓളം പോലീസ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കാണ് അണക്കെട്ടിൻ്റെ കാവൽ ഡ്യൂട്ടി. അവരിൽ മുഴുവൻ പേരും എല്ലായ്പ്പോഴും കാണാറില്ല. ഷിഫ്റ്റ് സമ്പ്രദായം ആയതിനാലും പിന്നെ വിവിധ ആവശ്യങ്ങൾക്ക് പോകുന്നതിനാലും ആരെങ്കിലും ഡാൻസ് സന്ദർശനത്തിന് വരുമ്പോഴാണ് എല്ലാവരും ഉണ്ടാവുക. പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാത്തതിനാൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതാണ് അവരുടെ ഹോബി. ഇപ്പോൾ വർക്കേഴ്സ് ഉൾപ്പെടെ അവിടെയുള്ളത് 8 പേർ. ചിലർ നാട്ടിൽ പോയിരിക്കുന്നു, ചിലർ പട്ടണത്തിലേക്കും. ഗാർഡ് റൂമിൽ 2 പേരുണ്ട്. ഒന്നാമൻ മദ്യക്കുപ്പി തുറന്ന് ഗ്ലാസ്സിലേക്ക് പകരി. പുറത്ത് മഞ്ഞ് വ്യാപിച്ചു കൊണ്ടിരുന്നു. 2 പേർ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ബാക്കി 4 പേർ ഒരു കുപ്പിയുമായി വനത്തിലേക്ക് ഇറങ്ങിയതാണ്, ചൂണ്ടയിടാനും മദ്യപിക്കാനും. പെട്ടെന്ന് ഗാർഡ് റൂമിലിരുന്ന പോലീസുകാരൻ്റെ ഫോണിലേക്ക് ഒരു കാൾ വന്നു. അയാൾ അനിഷ്ടത്തോടെ അതെടുത്തു. ഓരോരുത്തർമാർക്ക് വിളിക്കാൻ തോന്നിയ നേരം അയാൾ ഒരു ചീത്ത പറഞ്ഞു. ഹലോ, ഞാൻ ഉസ്മാൻ അൻസാരി, DYSP ഓഫ് പോലീസ്. സാർ. പെട്ടെന്ന് അയാൾ എഴുന്നേറ്റു. തൻ്റെ ഒപ്പമിരുന്ന ഗാർഡിന് കണ്ണുകൾ കൊണ്ട് ഒരടയാളം കൊടുത്തു. ഇരുവരും പെട്ടെന്ന് ജാഗരൂകരായി. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഐ മീൻ അസ്വാഭാവികമായി എന്തെങ്കിലും? നോ സാർ. പോലീസുകാരന് കാര്യം വ്യക്തമായില്ല. പകൽ നേരത്ത് അപരിചിതരായ ആരെയെങ്കിലും അവിടെ കണ്ടോ? ഇല്ല സാർ. ഓക്കെ, പക്ഷേ ഈ രാത്രി നിങ്ങൾ അലർട്ടായിരിക്കണം. പരിസരം സൂക്ഷ്മമായി ശ്രദ്ധിക്കണം. അവിചാരിതമായി ഒരു ചലനം കണ്ടാൽ പോലും എന്നെ വിവരമറിയിക്കണം. സാർ. അയാൾക്ക് പേടി തോന്നി. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. മഞ്ഞുള്ളതിനാൽ അധികം അകലെയല്ലാത്ത ഡാം ടോപ്പ് പോലും വ്യക്തമല്ല. എന്താ? ഒപ്പമുണ്ടായിരുന്ന ഗാർഡിൻ്റെ ശബ്ദമാണ് അയാളെ ഉണർത്തിയത്. അയാൾ കാര്യം പറഞ്ഞു. പോപ്പ്. ഗ്ലാസ്സിൽ ഒഴിച്ച മദ്യം ഒറ്റവലിക്ക് അകത്താക്കിയിട്ട് അയാൾ പുറം കൈക്കൊണ്ട് ചുണ്ടു തുടച്ചു. ഡാമിൻ്റെ നിശബ്ദതയിലേക്ക് പലയിടങ്ങളിലൂടെ ചോർന്നു വീഴുന്ന വെള്ളത്തിൻ്റെ നേരിയ ഒരു ശബ്ദം മാത്രം വന്നു. അയാൾ ശബ്ദമുയർത്തി വിളിച്ചു. ലാസറേ, എടാ ലാസറേ. മറുപടിയില്ല. അയാൾ ഗാർഡ് റൂമിൽ നിന്ന് ഇറങ്ങി ഭക്ഷണം പാകം ചെയ്യുന്നിടത്തേക്ക് നീങ്ങി.
2 വലിയ ഗോൾഡ് ഫിഷിനെ അല്പം മുമ്പാണ് ഡാമിൽ നിന്ന് ചൂണ്ടയിട്ട് പിടിച്ചത്. കിച്ചണിലേക്ക് നോക്കിയ ഗാർഡ് കിടുങ്ങിപ്പോയി. അടുപ്പിലെ പാത്രത്തിൽ കരിഞ്ഞു തുടങ്ങിയ മത്സ്യം, തറയിൽ ചോര തീർത്ത വലയത്തിനുള്ളിൽ നിശ്ചലം കിടക്കുന്ന 2 പേർ. സോമനാഥേ! കൂട്ടുകാരനെ അലറി വിളിച്ചുകൊണ്ട് അയാൾ ഗാർഡ് റൂമിലേക്ക് തിരിഞ്ഞോടി. പക്ഷേ അവിടെ കണ്ട കാഴ്ച അയാളെ വീണ്ടും നടുക്കി. സോമനാഥിൻ്റെ വായ്ക്കുമീതെ കയ്യമർത്തി നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കുന്ന ഒരാൾ. എടാ! അലറിക്കൊണ്ട് അയാൾ അകത്തേക്ക് കാൽ വെച്ചു. ആ നിമിഷം പിന്നിൽ നിന്ന് ഒരു ഇരുമ്പുവടി ചീറി വന്നു. ഗാർഡിൻ്റെ തലയോട് പിളർന്നു. തറയിൽ വീണ അയാൾ ചൂണ്ടയിൽ കുരുങ്ങി കരയിലേക്ക് തെറിച്ചു വീണ മത്സ്യത്തെ പോലെ പിടഞ്ഞു. ചുടുചോര പാമ്പിനെ പോലെ തറയിൽ പുളഞ്ഞൊഴുകി. ഡാമിൻ്റെ കരയിൽ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന 4 പേരും ഈ അലർച്ച കേട്ടു. വാടാ! ചൂണ്ടക്കമ്പുകൾ വലിച്ചെറിഞ്ഞ് അവർ കുതിച്ചെഴുന്നേറ്റു. അടുത്ത നിമിഷം അവർക്ക് പിന്നാലെ ഇരുട്ടിൽ ചില നിഴലുകൾ പിടച്ചു. ഒപ്പം അവർക്ക് കുറുവടികൾ കൊണ്ടുള്ള അടിയേറ്റു. നെഞ്ചിനു മീതെ ഒരു ചവിട്ടും. നിലവിളിയോടെ അവർ പിന്നോട്ട് മലർന്നു. നിലവിളികൾ താണുപോയി 132 അടി താഴ്ചയുള്ള ജലപ്പരപ്പിലേക്ക്. ഏതാനും നിമിഷങ്ങൾ ജലപ്പരപ്പിന് മീതെ ചീങ്കണ്ണികൾ പുളയുന്നതുപോലെ ഓളമുണ്ടായി. പിന്നെ അത് നിലച്ചു. 4 പേരും ഡാമിൻ്റെ അഗാധതയിലേക്ക് താണു. ഇരുൾ വീണുകിടക്കുന്ന തേക്കടി ഡാമിലൂടെ 2 ബോട്ടുകൾ സാവധാനം നീങ്ങിക്കൊണ്ടിരുന്നു. അവയിലെ ലൈറ്റുകൾ തെളിച്ചിരുന്നില്ല. തടാകത്തെ പിളർക്കുന്നതുപോലെ വെളുത്ത പതയുടെ ഒരു ചാൽ ബോട്ടിനെ പിന്തുടർന്നു. മരക്കുറ്റികളിൽ തട്ടാതെ വളരെ ശ്രദ്ധയോടെയാണ് ഡ്രൈവർമാർ ബോട്ട് നിയന്ത്രിച്ചത്. അകലെ മങ്ങിയ ഇരുട്ടിലും മഞ്ഞിലുമായി അവ്യക്തമായി മുല്ലപ്പെരിയാർ ഡാം കണ്ടു. ലിജോ മുന്നിൽ പോകുന്ന ബോട്ടിലായിരുന്നു. അവൻ ഡ്രൈവറുടെ അടുത്തേക്ക് ചെന്നു. ഇനി വേഗത കുറച്ച് സൈഡിലേക്ക് നീക്കിക്കോ. ബോട്ടുകളുടെ വേഗത കുറഞ്ഞു. ഒരെണ്ണ ഇടത്തേക്കും അടുത്തത് വലത്തേക്കും തിരിഞ്ഞു. മണ്ണിൽ പുതയാത്ത വിധം അവ നിന്നു. ഒരു ഭാഗത്ത് ലിജോയുടെ സംഘവും മറുഭാഗത്ത് റഫീഖിൻ്റെ നേതൃത്വത്തിലുള്ളവരും വെള്ളത്തിലേക്ക് ചാടി കരയിലേക്ക് നീന്തിക്കയറി. ബോട്ടുകൾ മടങ്ങിപ്പോയി. ഇനി കാൽനടയായി ഡാമിൻ്റെ ഇരുവശങ്ങളിലേക്കും നീങ്ങുകയാണ് അവരുടെ ലക്ഷ്യം. സെൽഫോൺ നനയാതിരിക്കാൻ പ്ലാസ്റ്റിക് കവറുകളിൽ ഭംഗിയായി പൊതിഞ്ഞിരുന്നു അവർ. മുന്നിൽ ഏതു നിമിഷവും കാട്ടുമൃഗങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് കുറ്റിക്കാടുകളെ വകഞ്ഞുമാറ്റി ഇരു സംഘവും നീങ്ങി.